ചാണ്ടിച്ചായ ഞങ്ങൾ ഇറങ്ങുവാ. നീയായിരുന്നു ഇന്ന് സ്വന്തക്കാരും ബന്ധക്കാരും വരെ വന്നില്ലേടി കള്ളു കുടിക്കാൻ? ഓയിന്റ്മെന്റ് പറ്റിയ വേഗം മുറിവ് ഉണങ്ങും. വല്യമ്മച്ചിയുടെ കാലിലെ മുള്ളുകൊണ്ട് പഴുത്തപ്പോ ഡോക്ടർ കുടിച്ചെന്നതാ. അതിന് കയ്യിലെ മുറിവ് ഉണങ്ങാൻ. ഓ അതാണോ? വേണമെന്നില്ല. വല്യമ്മച്ചിയുടെ കാലെ ഇനിയും മുള്ളു ഇറക്കുമ്പോ പെരട്ടി കൊടുത്താൽ മതി. കുറ്റിക്കല ചാണ്ടിയുടെ ദേഹത്ത് ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്ന് ഏക്കുകയല്ല കുഞ്ഞെ. ആടിന്റെ മൂത്രം ഒഴിച്ചപ്പോഴേ മുറിവങ്ങ് കരിഞ്ഞു. അല്ല നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം? നീ ഒരു കാര്യം ചെയ്, ഞാൻ കസർത്തിറക്കണ മറ്റേ കയറുടെ അറുത്ത് വയ്ക്കും. അപ്പൊ ഞാൻ വീഴും, പിന്നെ മുറിയും. ആ മുറിവിന്റെ ആഴം നോക്കിയിട്ട് നമുക്ക് മരുന്ന് വെക്കാം. ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കളയിൽ പണി വല്ലതും ഉണ്ടോ നോക്കും. ചാടി മരുന്ന് കൊണ്ടു നടന്നു. ആ നിങ്ങളുടെയൊക്കെ ചായയോട് കഴിഞ്ഞില്ലോടാ? ഓ തീർന്ന ചായ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു. മുറിവ് അധികം ഉണ്ടോ? ഓ ഇതൊക്കെ ഒരു മുറിവാന്നോ? വടിവാളെ കയറി പിടിച്ചല്ലയോ? വടിവാളോ? ഏത് വടിവാളോ? അത് അന്ന് വടിവാള വാങ്ങിയപ്പോ ചാണ്ടിച്ചാൻ കയറി പിടുത്തം പിടിച്ചില്ലയോ? ഓ അത് ഞാൻ കയറി പിടിച്ചതാ. അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു. എന്താ എല്ലാരും നിക്കുന്നേ? ചാണ്ടിച്ചനോടുള്ള ബഹുമാനം കൊണ്ട് നിൽക്കുക. അല്ല ഇക്കാലത്തിനിടയിൽ ഈ നാട്ടുകാർ ഇതുപോലൊരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഓ ഇതിനൊക്കെ ഇങ്ങനെ ബഹുമാനിക്കാൻ തുടങ്ങിയില്ല. എങ്ങനെയാന്നേ? സാരമില്ല, എല്ലാരും ഇരിക്കേ. എല്ലാവർക്കും എന്റെ ചായ എല്ലാരും കൊണ്ട് കുഞ്ഞിട്ടേ. ചാണ്ടിച്ചാൻ ഈ നാട്ടിൽ നിന്ന് പോരുതെന്നാ ആളുകൾ പറയുന്നേ. അതെന്നാ അങ്ങനെ? ഇച്ചാൻ ഈ നാട്ടുകാർക്ക് വേണം, അത്ര തന്നെ. ഓ ഞാനൊക്കെ എന്നതാ ഒരു പുഴു. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയല്ലോ. ഒന്ന് ചുമ്മാ ഇരി എന്നെ മറിയച്ചെടുത്തി. ഞാനിവിടെ നമ്മുടെ അനിയച്ചാരെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ പറ്റുകയില്ല. കോരസാർ ഇപ്പൊ തന്നെ എന്നെ കാണാണ്ട് വിഷമിച്ചിരിക്കുമായിരിക്കും. പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ എന്തോ. അല്ല ചാണ്ടിച്ച, നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലോ? അയ്യോ അത് നല്ലതാ ചെയ്യാ. എടാ ഇവിടെ അതിന് മാത്രം ആളെ കിട്ടുമോ? ഓ ചാണ്ടിച്ചൻ പ്രസിഡന്റ് ആയിട്ടൊന്ന് നിന്ന് തന്നേച്ചാ മതി. അയ്യോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുകയല്ല. പാർട്ടിയുടെ എന്ത് കാര്യം ചെയ്യുന്നത് കോരസാറാ. അതുള്ളതാ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കോരസാറിന്റെ വിവരം അറിയിക്കാൻ ചാണ്ടിച്ചായ. അറിയിക്കല്ലയോ? എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ. ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇന്ന് മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം. തിരുവിതാംകൂർ കോൺഗ്രസ് അത് ഞാനാ. മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കിടക്കായിരുന്നു. അല്ല നമുക്കിവിടെ ഒന്നും കൂടി കുഴിച്ചു നോക്കിയാലോ? വരട്ടെ. ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. അത് ശരിയാ. ഇങ്ങ എവ്വളവോ കുത്തനാലും തണ്ണി കിടക്കാതുങ്ക. ഇടവിട്ടപ്പായി ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയും. ഏങ്ക ഇങ്ങ ഉണ്മയെ சொல்லக்கூடாதுங்க. മിണ്ടായിരടാ. ചാണ്ടിച്ചാനോട് എതിരെ പറയുന്നവരെ കഴുത്തിന് മേലെ തല കാണിയല്ല. അറിയാമോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്നും പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ. പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. അത് മട്ടും சொல்லாதுங்க. നാമെല്ലാം മനിത ജാതി. മനിതൻ മനിതനെ ഉദവിദാനം ചെയ്യണോ? ആ ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം. കപ്പയും കോഴിക്കറി. എന്റെ എന്നാ വാടാ എല്ലാരും. അത് തട്ടേച്ച് മതി ബാക്കി പണി. എന്നാ വേഗം വിളമ്പടി. എനക്ക് കൊടുങ്ക എനക്ക് കൊടുങ്ക. എന്നാ ഞാൻ പൊടിക്കടി ആർത്തിപ്പെടാ. ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ.
സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ ആനി, ഇവളുടെ 3 കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആണോ? ഈ കൊച്ചിന് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയതും. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ പാചകമല്ല. ബെസ്റ്റ് ബെസ്റ്റ് കേട്ടോ. ഇവളാള് ഉള്ളവല്ലോടി. ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ? എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാവല്ലോ. കെട്ടച്ചായ ഇനി ഇടമല നോക്കാനില്ല. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും. ചേരുത്തൊരു പെണ്ണാണേ, ചെമ്മുകിലിൻ നിറമാണേ, പയ്യാരം പറയാതെ പാടടി പെണ്ണേ. പൊള്ളാച്ചി ചന്തയിലെ ചാന്തു തൊടിക്കാം, ചിങ്കാര ചിന്തൂര ചിമിഴും നൽകാം. പൊള്ളാച്ചി ചന്തയിലെ ചാന്തു തൊടിക്കാം, ചിങ്കാര ചിന്തൂര ചിമിഴും നൽകാം. എന്താണ് കാട്ടുകുയിൽ പാട്ടിനൊത്ത് ചോറ് വയ്ക്കാൻ കാര്യം എന്താണ്? എന്താണ് തകിൽ വേണം, കുഴൽ വേണം, സരിഗമതൻ ശ്രുതി വേണം. തിരുമാലി പെണ്ണിന്റെ പൂങ്കല്യാണം. ആളു പിരിഞ്ഞാൽ അന്തിയണഞ്ഞാൽ നിന്നാണേ നിന്നെ ഞാൻ പൂരിയെടുക്കും. എന്താണ് കാട്ടുകുയിൽ പാട്ടിനൊത്ത് ചോറ് വയ്ക്കാൻ കാര്യം എന്താണ്? എന്താണ് എല്ലാം എല്ലാം ഞങ്ങൾക്കറിയാം, നാടാകെ പാടി നടക്കാൻ വരിയാം.
ചാണ്ടിച്ചായോ എന്നാടാ ഈ കിടന്ന് കാറിനെ? നമ്മുടെ വാഴ പാദ്യം പോയി ചാണ്ടിച്ചായ. വാഴ പോയെന്ന് എന്നുവെച്ചാ കാലത്ത് ചെന്ന് നോക്കുമ്പോ വാഴകൾ പാദ്യം പിഴുതി കളഞ്ഞേക്കുവാ. എന്റെ ഈശോയെ, എടി മേരിയെ, എടാ കുഞ്ഞെടുക്ക, ആണ്ട് വാഴ എല്ലാം പിഴുത് കളഞ്ഞെന്ന്. നമുക്ക് പോയി നോക്കാം, വാ. ഇതെന്നാ പറ്റിയതാടാ? രാത്രിയിൽ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ഇതിങ്ക സർവ്വസാധാരണ രാത്രിയിലെ പണ്ണി പണ്ണ വേല ഇത്. എന്നാ? കാട്ടുപന്നികളുടെ പണിയാണ്. ആമാ. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. நீ முன்னில வந்து நிக்காது நாயே. வாழையை முழுவன் பிடுங்கணும் தானே சொன்னேன். பாதி பிடுங்கிட்டு வந்து நிக்கிறேன். அந்த 3 பேரு அங்கதானே தூங்கிட்டு இருக்குது. வாழை பிடுங்கிட்டு இருக்கும்போது என்னமோ ஒரு சத்தம் வந்தது, அப்படியே ஓடி வந்துட்டேன். அப்ப உங்க அப்பா வந்ததா சத்தம் போடுறதுக்கு? ஏ முட்டாள், ஆம்பளையான தைரியம் வேணும்டா, தைரியம். இன்னைக்கு ராத்திரியிலே வாழை பூரா பிடுங்கிட்டு நீங்க வா, நான் 100 ரூபாய் கொடுப்பேன். வாழை பிடுங்காம வந்தா வாழை பிடுங்காம வந்தா ஒண்ணுவேன். போடா പൂരാ. ഇന്ന് ആ പന്നിയുടെ അന്ത്യ. ഇതുകൊണ്ട് വെടിവെച്ചാ ആ പന്നി ചാവും. എന്നപ്പ എടാ, ഇതുകൊണ്ട് വെടിവെച്ച പിന്നെ ആ പന്നിയുടെ അഡ്രസ് പോലും ഉണ്ടാകില്ല. അത് മതി. പന്നിയെ കിട്ടിയാൽ നമ്മൾ രാത്രി തന്നെ ചണ്ടിച്ചാൻ്റെ അടുത്ത് എത്തുന്നു, സപ്പറാക്കുന്നു, ചാപ്പിടുന്നു. സംസാരിക്കുക, ശബ്ദം കേട്ട പന്നി വരികയില്ല. അത് ഭംഗി തന്നെയാ. കൊണ്ട് ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ തോന്നി. മനുഷ്യന്നല്ല, ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ. എടപ്പ നോക്കടാ, കൊണ്ടെന്ന് എനിക്ക് ഉറപ്പാ. മനുഷ്യന്റെ പന്നിയുടെ കരച്ചിൽ കേട്ടാ എനിക്കറിയാം, ഇത് പന്നി തന്നെയാ. ஐயோ அம்மா, அம்மா, ஐயோ பாத்துக்க. மாமா, 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 நான் சாக போறேன் மாமா. ஐயோ, நான் வாழை பிடுங்கும் போது அவங்க வெடி வச்சாச்சு, ஒரே ரத்தம் மாமா. அவங்க காப்பாத்துக்க, அவங்க பின்னாடி வந்துட்டே இருக்கு. பின்னாடி வந்துட்டு இருக்கா? ஆமா. அப்ப நீங்க நிக்காது. எனக்கும் ஆபத்து, எனக்கு முடி கிடைச்சிடும். எங்கேயாவது போ, போடா. காப்பாத்துக்க மாமா. വെടി പൊട്ടിയതും ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ കേട്ടത്. എന്ന് കരുതി മനുഷ്യനാണെന്നൊന്നും പറയാൻ ഒക്കെയല്ല. ഈ വാഴകൾ പിഴുത് കളഞ്ഞിട്ട് ആർക്ക് എന്നാ കിട്ടാനോട് പോയി? എന്നാലും പന്നിയുടെ മനുഷ്യന്റെ ശബ്ദം ഒരുപോലെ അല്ലല്ലോ. എനിക്ക് ഉറപ്പായിച്ചേ, അത് മനുഷ്യന്റെ കരച്ചിൽ തന്നെയാ. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം കാര്യം ഉറങ്ങണ്ട. പന്നിയായാലും മനുഷ്യനായാലും ജീവിക്കാൻ സമ്മതിക്കാന്ന് വെച്ചാ ഒരു ചെരുപ്പിന്റെ അടയാളവും അവിടെ ഇവിടെയും കാണാണ്ട്. തറവാട്ടി പറഞ്ഞ പന്നിയായിരിക്കും, ചിലപ്പോ ചെരുപ്പിട്ടേച്ചും വന്നിണ്ടാവും. വാ. முனியம்மா, அந்த வேலையில அப்புறம் பண்ணலாம். நீ கொஞ்சம் உள்ளே வா. யாராவது பார்க்க போறாங்க. யார் பார்க்க போறீங்க? வா. ஐயோ, வாடி. வேண்டாங்க. நான் கொடுத்தது நீ சாப்பிட மாட்டியா? சாப்பிடு. மாமா, மாமா, மாமா. மாமா, அயோக்கிய பயலே, புறம்போக்கு, போடா, விட்டு போடா. நீங்க வரக்கூடாது நான் சொல்லலையா? எனக்கு நிக்க முடியல, நடக்க முடியல. பெரிய 2 குண்டு குண்டிக்குள்ள இருக்குதுன்னு தோணுது. நான் இப்ப சாவு மாமா. நீ சாவறது தான் நல்லது. அப்படி சொல்லாதுங்க மாமா. உங்களால தானே எனக்கு இந்த கதி வந்தது. குண்டெடுக்கிறதுக்கு ஆஸ்பத்திரி போனா நம்ம ரகசியம் எல்லாம் வெளியில வந்துடும். உங்களுக்கு ஒண்ணு தெரியுமா? நேத்து ராத்திரி பூரா நான் காட்டுல ஒரு நடிமடையில படுத்தாச்சு. என்னமோ
நேத்து நரி அங்க வரல, அதனால தப்பிச்சாச்சு. ஒரு பக்கம் ஒரே வலி, மறுபக்கம் ஒரே பசி. நீங்க நிக்க கூடாது, அதற்கு பெரிய ஆபத்து. இங்க இருந்து போடா. நான் எங்க போறது மாமா? சுடுகாட்டுக்கு போடா. மாமா சரி, நீ இந்த ஊரை விட்டு போயிடு. அப்படி இனிமேல் மூஞ்சிலே முழிக்காது. கடவுளை, நான் எங்க போறது? கொன்றுவேன். போடா. என்ன தவிக்க விட்டுட்டு நீங்க முனியம்மா கூட சந்தோஷமா படுங்க. இந்த மாத்திரைய 5 நாள் சாப்பிடணும், தவறக்கூடாது. புரியுதா? சரிங்க. ஏங்க, வீட்டுக்கு பின்னால ஒரு ஆள் வந்து அழுதுட்டு இருக்கான். யாரு? தெரியல, நீங்களே வந்து பாருங்க. யாருப்பா நீ? என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா. என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்குங்க. வலி தாங்க முடியல, எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றேங்க. முதல்ல குண்டு எடுத்து கொடுங்க. நான் எப்படி குண்டு எடுக்கிறது? சீக்கிரம் ஆஸ்பத்திரி போப்பா. ஆபரேஷன் பண்ணி தான் குண்டு எடுக்க முடியும். ஆஸ்பத்திரிக்கு போக முடியாதுங்க. ஏதாவது ஒரு கத்தி எடுத்து எப்படியாவது குண்டு எடுங்க. இது வைங்க. എങ്ക പാക്കലാം. നമ്മുടെ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ, അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ കുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലു. വടിവേലാണോ വേലുവടിയായോ എന്തോ. അയാള് പറഞ്ഞ് ഇന്ന് വരെ ആ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ല എന്നാ. നമ്മുടെ മരുത് പറഞ്ഞ അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ട്. വടിവേല ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയില്ലാത്ത ജോലിയല്ലേ, മര്യാദ കാണാം. അത് ശരിയാ. അല്ല, യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനകം എത്തും. യൂറിയ വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയം പാസ് ചെയ്യാം. വാ. ആ കാക്കി ടൗസർ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ലേ ഇത്? ആണോ? ഇവനിത് എന്ത് പറ്റി? അല്ല മെല്ലെ. എടാ നിക്കടാ. മാറ്റി അവന്റെ തുണി. മാറ്റാ. നീങ്ങളാ? എന്നാത്തിനാടാ നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയേ? ഞാൻ പാക്കലേ. നീ പാത്തു? നീ എന്തിനാടാ പേടിച്ചോടിയേ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഇല്ലക. എന്താണ് നിന്റെ അതേ നിലവിളി, അന്ന് വെടിവെച്ച് കേട്ട അതേ നിലവിളി. താണ്ടേ, ഇവരാ നമ്മുടെ വാഴകൾ പിഴുതു കളഞ്ഞ കള്ളപ്പന്നി. പിന്നെ മാമൻ ഏതൊരു തെണ്ടി പളനിച്ചാമി, അവനത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞ് ഇവനിങ്ങോട്ട് പണിക്ക് വിട്ടത്. ഇവിടെയുള്ള ഓർമ്മമാര് സിമന്റ് അടച്ച് ഇപ്പതേ വാഴയും പിഴുതും. എടോ പൊന്ന പരട്ടെ, കൂടെ ഒന്ന് ചതിക്കായിരുന്നല്ലടാ. അപ്പൊ ഇവിടെ ഉറവുണ്ടായിരുന്നോ? ഉണ്ട് ചായ. ഞാൻ കാട്ടി കൊടുക്കறேங்க, ദയവ് ചെയ്ത് എന്നെ കൊല്ലാടുക. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്. എവിടാ ഉറവാ? ഉറവ അങ്ങ இருக்குங்க. ഇവൻ ഉറവ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ഒന്നിങ്ങ് വന്നേ. എന്നടാ എന്നടാ? അതൊക്കെ വന്നിട്ട് പറയിച്ചായ. വാ. പറഞ്ഞ നിന്റെ മറ്റേ ഞുണ്ടിക്കാലാ, നീ ഇതിലെങ്ങനെ ഇറങ്ങി? വരക്കൂടാതെ കിട്ടിയ വരക്കൂടാതെ 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 വരും വരക്കൂടാതെ വരക്കൂടാതെ കൊല്ലണോ?